ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് തംബ്ലൈന് കണ്ട പോലെ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഞെക്കി ഓൾ ഓപ്ഷൻ കൊടുത്ത് പറഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അധികം പേർക്കും എന്താണ് അല്ലെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ നമ്മുടെ ഫേസിൽ അതെങ്ങനെ അതായത് ഭംഗി വയ്ക്കാൻ വേണ്ടി ഏത് രീതിയിൽ യൂസ് ചെയ്യാം, ഹെയറിൽ ഏത് രീതിയിൽ യൂസ് ചെയ്യാം, അങ്ങനെയുള്ള പല ഡൗട്ടും കാര്യങ്ങളും ഉള്ളവരായിരിക്കും കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഹെയറിലാണെങ്കിലും ഫേസിലാണെങ്കിലും എങ്ങനെ യൂസ് ചെയ്യണം, ഏത് രീതിയിൽ യൂസ് ചെയ്തു പറഞ്ഞാൽ നല്ല രീതിയിൽ വർക്കാവും, സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഇല്ലാതാവുന്നുള്ള ഒരു മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ സപ്ലിമെൻ്റായി എടുക്കുന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ഇ കുറവ്, ശരീരത്തിൽ വൈറ്റമിൻ ഇൻ്റെ കുറവ് ഉള്ളതുകൊണ്ടാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ സപ്ലിമെൻ്റായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മുടെ ഹെയറിലാണെങ്കിലും അതേപോലെ തന്നെ സ്കിന്നിലാണെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ ഏത് രീതിയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഡയറക്റ്റ് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൊന്നും ഡയറക്റ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഈ പിമ്പിൾസ് ഉള്ളവർക്കൊക്കെ പിമ്പിൾസ് കൂടാനും അതേപോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്കൊക്കെ ഭയങ്കരമായിട്ട് പിമ്പിൾസ് കൂടാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തിനെങ്കിലും അലോവേര അല്ലെങ്കിൽ റോസ് വാട്ടർ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ എന്തിനെങ്കിലും അപ്പം ആഡ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും. പിന്നെ അത് മാത്രമല്ല, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നല്ല രീതിയിൽ റിസൾട്ടീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു അത് തന്നെ ആ ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഏത് രീതിയിൽ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാ ഞാൻ പകുതിയോളം യൂസ് ചെയ്തൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് കേട്ടോ. ഇത് ഞാൻ അത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ല. അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ വർക്ക് ആവേണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇപ്പോഴും യൂസ് ചെയ്യാൻ പേടിയുള്ളവരുണ്ടാവും കേട്ടോ. സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വല്ല ഡാമേജ് ഉണ്ടാവുമോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യാൻ ടെൻഷനും പേടിയൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. നമ്മൾ ഏത് രീതിയിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യണം എന്നുള്ളത് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഇത് യൂസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വലിയ സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. നല്ല രീതിയിൽ തന്നെ വർക്കാവുന്ന ഒരു സംഭവമാണ് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനും അതേപോലെ തന്നെ പല പ്രൊഡക്റ്റുകളിലും ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉള്ളതല്ല. ഞാൻ പറഞ്ഞില്ല, അധികം പേരും സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കുന്നതാണ് ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കേട്ടോ. അപ്പോൾ നമുക്കിത് ഹെയറിലാണെങ്കിലും നമ്മുടെ സ്കിന്നിലാണെങ്കിലും ഫേസിലാണെങ്കിലും എവിടെ നമുക്ക് അപ്ലൈ ചെയ്താലും നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കാണും കേട്ടോ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൊണ്ട്. അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മുടെ ഫേസിന് പെട്ടെന്ന് തന്നെ എങ്ങനെ ഗ്ലോ ആക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ സൂചിയോ അല്ലെങ്കിൽ സൂചി പിന്നൊക്കെ വെച്ചിട്ട് നമുക്ക് രണ്ടും ഒന്നാണല്ലോ അല്ലേ, ഞാൻ സൂചി എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് അതൊക്കെ വെച്ചിട്ട് നമുക്ക് സെൻറ്ററിൽ ഒന്ന് കുത്തി കൊടുത്ത് പറഞ്ഞാൽ ആ ലിക്വിഡ് പുറത്ത് വരും കേട്ടോ. അപ്പോൾ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അതായത് കുറച്ച് ഭയങ്കര തിക്കായിട്ടുള്ളൊരു ഓയിൽ പോലെയാണ് കേട്ടോ. നമ്മുടെ സാധാ ഓയിൽ പോലെയല്ല, കുറച്ച് കട്ടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതിപ്പോൾ സ്റ്റിക്കി അല്ല കേട്ടോ, സ്റ്റിക്കി ടൈപ്പ് പോലെയല്ല, കുറച്ച് കട്ടിയാണെന്നുള്ളൂ കേട്ടോ. പക്ഷെ നല്ല രീതിയിൽ റിസൾട്ടീവാണ് കേട്ടോ. ഞാനപ്പോൾ കയ്യിൽ തന്നെയാണ് ഒരു ക്യാപ്സ്യൂൾ എടുത്തിട്ട് അത് പൊട്ടിച്ചിട്ട് കയ്യിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു ഇതിലൊന്നും എടുക്കണ്ടല്ലോ വെച്ചിട്ടാണ് കയ്യിൽ തന്നെ എടുത്തത് കേട്ടോ. ഇത് പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ് കേട്ടോ. റോസ് വാട്ടറും ഇതേപോലെ തന്നെ ഞാൻ ചെറിയ ബോട്ടിലാണ് റോസ് വാട്ടർ വാങ്ങാറ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് അത്യാവശ്യം നമ്മുടെ ഫേസിൽ അതും കൂടി ഒന്ന് മിക്സ് ആക്കുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് രണ്ടും കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. റോസ് വാട്ടറും അതേപോലെ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി കൊടുക്കുക. മിക്സ് ആക്കിയിട്ട് ഇത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ നൈറ്റ് കിടക്കുമ്പോഴാണ് യൂസ് ആക്കാറ് കേട്ടോ. നൈറ്റ് കിടക്കുമ്പോൾ യൂസ് ആക്കണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യുമ്പോൾ വെയിൽ അത്ര കൊള്ളണത് നല്ലതല്ല. വെയിലത്ത് പോകുമ്പോൾ നമ്മൾ എന്തായാലും പകൽ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ വെയിൽ അത്ര കൊള്ളണത് നല്ലതല്ല. അപ്പോൾ രാത്രി യൂസ് ആക്കിയിട്ട് കിടക്കണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇത് നമ്മുടെ ഫേസിൽ ഭയങ്കര ഓയിലി ആയിട്ട് തോന്നുമെങ്കിലും ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കിടന്നു പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ഫേസിൽ ആ ഒരു ഓയിലിൻ്റെ ആ ഒരു എണ്ണമയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ ഫേസ് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ ആയിട്ടുണ്ടാവും കേട്ടോ.
നല്ല രീതിയിൽ തന്നെ ഇത് ഒബ്സർവ് ആക്കിയിട്ടുണ്ടാവും കേട്ടോ ഫേസ്. അപ്പോൾ നൈറ്റ് കിടക്കുമ്പോൾ യൂസ് ആക്കി പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. പിമ്പിൾസ് ഉള്ളവർ മാത്രം ഒന്ന് അവോയ്ഡ് ചെയ്യുക കേട്ടോ. പിമ്പിൾസ് ഉള്ളവർക്ക് ഇത് ഒരു ഓയിലി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒന്ന് പിമ്പിൾസ് കൂടാൻ സാധ്യത ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ അവോയ്ഡ് ചെയ്യണമെന്നില്ല. നമുക്ക് പിമ്പിൾസ് ഉള്ളവർക്ക് അലോവേര യൂസ് ചെയ്യാം കേട്ടോ. അലോവേര യൂസ് ചെയ്താൽ ഈ റോസ് വാട്ടറിന് പകരം നമുക്ക് ഈ ഒരു ക്യാപ്സ്യൂളും അലോവേരയും കൂടി യൂസ് ചെയ്ത് പറഞ്ഞാൽ ഈ സെയിം റിസൾട്ട് കിട്ടും. അതേപോലെ തന്നെ പിമ്പിൾസ് പെട്ടെന്ന് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിമ്പിൾസ് ഇല്ലാത്തവർക്ക് ഇതേപോലെ തന്നെ സാധാ രീതിയിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ അലോവേര, പിമ്പിൾസ് ഇല്ലാത്തവർക്ക് ഏത് യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അലോവേരോ അല്ലെങ്കിൽ റോസ് വാട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നൈറ്റ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനിയിപ്പോൾ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുന്ന ഡൗട്ടുള്ളവരാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ കയ്യിലോ അല്ലെങ്കിൽ ബോഡിയിലോ എവിടെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് ഇത് യൂസ് ആക്കി നോക്കും കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട്